എവരിവൺ, 5ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ പാദവാർഷിക എക്സാം വരികയാണല്ലേ. ഫസ്റ്റ് ടേം എക്സാമിൻ്റെ 2017-18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞത് നംല ഉൽ ഫറാഗ ബിൽ മുനാസിബ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിട്ടുപോയ ഭാഗം എന്താണ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, ഓപ്ഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? യുസല്ലിമു, യർഹമു, യക്തുബു, യസ്ഹബു, യഷ്റബു, അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഡാഷ് അബി ഇല സൂക്ക്. ഡാഷ് അബി ഇല സൂക്ക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ നോക്കുക അവിടെ ഏതാണ് യോജിച്ചത്. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എത്രാം ചാപ്റ്ററിൽ? സെക്കൻഡ് അദ്ദർസു സാനിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, യസ്ഹബുൽ അബി ഇല സൂക്ക്. അവിടെ നഖറഉ വനഫ്ഹമു എന്ന തദ്രീബാത്തിലുള്ളടുത്ത് നമ്മൾ യസ്ഹബു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ് വരിക? യസ്ഹബു ആണ് കേട്ടോ. ഫസ്റ്റത്തത് യസ്ഹബു. സെക്കൻഡത്തത് നോക്കാം, അൽ ഉസ്താദു അലൽ ഔലാദ്. ഡാഷ് അൽ ഉസ്താദു അലൽ ഔലാദ്. അവിടെ എന്താണ്, അതും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ തദ്രീബാത്തിൽ നഖറഉ വനഫ്ഹം എന്നുള്ളടുത്ത് എന്ത് പഠിച്ചിട്ടുണ്ട്? യുസല്ലിമു, കുട്ടികളോട് സലാം പറഞ്ഞു, യുസല്ലിമു. ഇനി നെക്സ്റ്റ് നോക്കാം, അൽ അബു ഡാഷ് അൽ ഔലാദ്. അൽ അബു ഡാഷ് അൽ ഔലാദ്. ഇപ്പം കുട്ടികളോട് എന്ത് ചെയ്തു എന്നാണ്, അതും നമ്മൾ അതേ പാഠത്തിൽ അതേ സ്ഥലത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്ത്, യർഹമു, ഉപ്പ കുട്ടികളോട് കരുണ ചെയ്തു. ഒന്നാമത്തേൻ്റെ അർത്ഥം യസ്ഹബുൽ അബീല സൂക്ക്, പിതാവ് അങ്ങാടിയിലേക്ക് പോയി. രണ്ടാമത്തേൻ്റെ അർത്ഥം ഉസ്താദ് കുട്ടികളോട് സലാം പറഞ്ഞു. മൂന്നാമത്തേൻ്റെ അർത്ഥം ഉപ്പ കുട്ടികളോട് എന്ത് ചെയ്തു, കരുണ കാണിച്ചു. ഇനി നെക്സ്റ്റ് നോക്കാം, നാലാമത്തത് ഡാഷ് അത്താലിബു അദ്ദർസ്. ഡാഷ് അത്താലിബു അദ്ദർസ്. ഇവിടെ എന്താണ് ഡാഷ് അത്താലിബു അദ്ദർസ്? കുട്ടി പാഠം എന്താണ് ചെയ്യുക? കുടിക്കൂലല്ലോ, എഴുതല്ലേ ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക, ബാക്കിയൊക്കെ നമ്മൾ എഴുതിയില്ലേ. എന്താണ്, യക്തുബു. അത് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ എവിടെ പഠിച്ചിട്ടുണ്ട്? നംല ഉൽ ഫറാഗ ബിൽ മുനാസിബ് എന്നുള്ളിടത്ത് നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ, ഡാഷ് അൽ അഹുൽ ഹബീബ് ഹലീബ്. എന്താണ്, പിതാവല്ല, അഹ് സഹോദരൻ, ഹലീബ് പാലെന്താണ്, കുടിക്കുകയാണ് അല്ലേ. സഹോദരൻ പാല് കുടിക്കും അല്ലെങ്കിൽ കുടിക്കുന്നു എന്നാണ് അർത്ഥം വരിക. ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ മുളാരിയായ ഫിഅലുകളാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, അബ്ദ്. അബ്ദ് വെച്ചാൽ മാലിയായ ഫിഅലാണ്. അതിൻ്റെ എന്താണ്, മുളാരി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്തത്, പറഞ്ഞിട്ടുള്ളത് അല്ലേ. അബ്ദിൻ്റെ മുളാരി എന്താണ്, അബ്ദ് എന്നതിൻ്റെ മുളാരി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് ചാപ്റ്ററിൽ യഅ്ബുദു എന്നാണ് വരിക. യഅ്ബുദു എന്നാട്ടോ വരിക. യഅ്ബുദു, ഇത് ഐനാണ് കേട്ടോ കാണുന്നത്, സോറി ഇതില്ല. യഅ്ബുദു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കിക്കോ, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി മുളാരി ആണ് അടുത്തതിൽ കൊടുത്തിട്ടുള്ളത്. മാലി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നഖറഉ വനഫ്അമുൽ അഫ്ആൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, അത് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം കേട്ടോ. അതായത് യഖറഉ ജലസ യജ്ലിസു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം യുമീത്തു എന്നത് മുളാരി കൊടുത്തിട്ട് നമ്മളോട് മാലി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ് വരിക, യുമീത്തു മുളാരിയാണ്. അപ്പം മാലി എന്താണ്, മാത്ത. ഇനി മുളാരി ആയിട്ട് പിന്നെ അതിൻ്റെ താഴത്തുള്ള എന്താണ്, മുളാരിയാണ് കൊടുത്തിട്ടുള്ളത്, യഊസു അല്ലേ. അപ്പം അതിൻ്റെ മാലി എന്താണ്, യഊസു എന്നതിൻ്റെ മാലി എന്താണ്, ഗാദയാണ് അല്ലേ. ഗാദ യഊസു.
ഇനി മാലി, അടുത്ത മാലി തൊട്ട് മുലാരി എഴുതാൻ പറഞ്ഞു. ഖറജന് മുലാരി എന്താണ്? യഖ്റുജു അല്ലേ, യഖ്റുജു. നെക്സ്റ്റ് നോക്കാം. ജുനൈദ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു. അത് നമ്മൾ എങ്ങനെ പറയും? അത് നമ്മൾ എങ്ങനെയാണ് പറയാം? ജുനൈദ്, ജുനൈദ് നമ്മൾ അറബിയിലും പേരെന്താണ്? ജുനൈദ് എന്നാണ് നമ്മളെ വരിക അല്ലേ. ഉറക്കത്തിന് എന്താ പറയാ? നൗമ്. ഉണർന്നതിന് എന്ത് പറയാ? യഖിള. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചാപ്റ്റർ ഇങ്ങനെ വായിക്കുകയാണ്, യഖിള ജുനൈദുൻ. ഫസ്റ്റ് ഹെഡിങ് അതാണ് അല്ലേ, ജുനൈദ് ഉണർന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എന്താണ്? യഖിള ജുനൈദുൻ മിനൻ നൗമി. ജുനൈദ് എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്നും ഉണർന്നു. യഖിള ജുനൈദുൻ മിനൻ നൗമി. അപ്പം ഇവിടെ എന്താണ് എഴുതുക? യഖിള ജുനൈദുൻ മിനൻ നൗമി എന്നാണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ പിതാവ് ഒരു ടവൽ വാങ്ങി. അത് നമ്മൾ എൻ്റെ പിതാവിന് എന്താ പറയുക? അബീ. വാങ്ങിക്ക് എന്താ പറയുക? വാങ്ങി, ഇസ്തറ. പിന്നെ ടവലിന് എന്താ പറയുക? മിന്തിയിൽ. അപ്പം അതെവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നഖ്റഉ വനഫ്ഹം എന്നുള്ള തദ്രീബാത്തിൽ ഇസ്തറ അബി മിന്തിലൻ എന്നവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം അതവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതും നമുക്ക് പഠിച്ചാൽ ഈ ഒരു തദ്രീബാത്തിലുള്ള കാര്യങ്ങളൊക്കെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം എന്താണ് ആൻസർ വരിക? ഇസ്തറ അബി മിന്തിലൻ. സംസം കിണർ ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. അതും നമ്മളെ ടെക്സ്റ്റിലുണ്ട്. ഹഫർ ജിബ്രീൽ അലൈഹിസ്സലാം ബിഉറു സംസം. അപ്പം ആ പാഠത്തിൽ തന്നെ നമുക്ക് വേറെയും കൊടുത്തിട്ടുണ്ട്. നഖ്റഉ എന്നുള്ളിടത്ത് സഹബ ഹമീദുൻ ഇലൽ മദ്രസ. ഹമീദ് മദ്രസയിലേക്ക് പോയി. ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീന 10 സിനീന. നബി എത്രയാണ്? 10 വർഷം മദീനയിൽ താമസിച്ചു. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഇർ സംസം. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇഷ്തറ ബി മിന്തിലൻ. എൻ്റെ ഉപ്പ ടവൽ വാങ്ങി. അസനൽ മുഅ്മിനു ലിസ്സലാത്തിൽ ഫജർ. ബാങ്ക് വിളിക്കാരൻ സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. സഹബ അബി ഇല സൂക്കി. എൻ്റെ പിതാവ് അങ്ങാടിയിൽ പോകുന്നു. യൽബസു നൗഫലും ബിസ്ലത്തൻ റംസിയ. നൗഫൽ യൂണിഫോം ധരിക്കുന്നു. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദ്. ഉസ്താദ് കുട്ടികളോട് സലാം പറയുന്നു. അൽ അബു യർഹമുൽ ഔലാദ്. പിതാവ് കുട്ടികളോട് കരുണ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വെച്ചാണ് ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നുത്തർജിമു. ഇനി എന്താണ്? അറബി തന്നിട്ട് അതെന്ത് ചെയ്യാനാണ്? മലയാളത്തിലേക്ക് എഴുതാൻ. നമ്മൾ അറബി മലയാളത്തിൽ അവിടെ എന്ത് എഴുതണം? അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. അത് നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. യൽബസു നൗഫലും ബിസ്ലത്തൻ റംസിയ. അത് ഞാനിപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്താണ്? യൽബസു നൗഫലും ബിസ്ലത്തൻ റംസിയ. എന്താണ്? നൗഫൽ യൂണിഫോം ധരിക്കുന്നു. ഇനി ത്വലഅൽ ബദ്റു അലൈന. ത്വലഅ ഉദിച്ചു. ബദ്ർ എന്നാണ്? നമ്മുടെ ചന്ദ്രൻ ഉദിച്ചു അല്ലേ, അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഖറജ മിനൽ ഖലാഇ മുഖദ്ദിമൻ റിജ്ലുഹു യുംന. ഖറജ എന്താണ്? പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറയൂലേ. മിനൽ ഖലാഇ മറ്റെന്താണ്? ബാത്റൂമിൽ നിന്നും വലതുകാൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നോക്കാം. സഹബന്റെ എന്താണ്? മുസന്ന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സഹബന്റെ മുസന്ന എന്താണ്? സഹബ. ജലസന്റെ എന്താണ്? ജലസ. ഇനി നെക്സ്റ്റ് നോക്കാം. യത്ലഉ എന്നതിന് എന്താണ്? ഉദിച്ചു. ഇനി ഖാമ നിന്നു. യഗ്സിലാനി എന്താണ്? എന്താണ്? അവർ രണ്ടുപേർ കഴുകി. ഖറജ അവർ രണ്ടുപേർ എന്താണ്? ഖറജ പുറപ്പെട്ടു. ഓക്കെ, അപ്പം അത്രയും എന്താ പറയുക ക്വസ്റ്റ്യൻ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായിട്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യുക, നന്നായിട്ട് എക്സാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.